വെരി ഡിസപ്പോയിൻറ്റിങ്. ഞാൻ പറഞ്ഞു ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൊടുക്കേണ്ട മര്യാദ ഈ സിനിമ കൊടുത്തിട്ടില്ല. മനഃപൂർവ്വമായിരിക്കില്ല, പക്ഷേ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതല്ലല്ലോ എൻഡ് ഓഫ് ദി ഡേ സിനിമ കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ, നല്ല മൊമെൻറ്റ്സ് വേണ്ടേ, മനസ്സ് നിറയണ്ടേ, കണ്ണ് നിറയണ്ടേ. കണ്ണ് നിറയാൻ പറഞ്ഞാൽ മറ്റേ സീരിയൽ കണ്ടിട്ട് നിറയും പോലെയല്ല, ആ ഒരു സാധനം വന്നിട്ട് ഇറങ്ങുമ്പോൾ നെഞ്ചും വിരിച്ച് ഇറങ്ങാൻ പറ്റണ്ടേ, അത് ഉണ്ടായില്ല. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ചൈനീസ് റെസ്റ്റോറൻറ്റിലെ മറ്റേ ഇതുണ്ടാക്കുന്നില്ല, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആളെ കാണിക്കേണ്ട അവസാനം. എല്ലാ അശ്വന്ത് ഗോക്കിന്റെ മൂവി റിവ്യൂവിലും അതിന്റെ ലാസ്റ്റ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂസ് കാണുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് പാർട്ട് കണ്ടാവും, അവിടെ ഒരു ചെറിയൊരു എലിമെന്റ് ഇയാൾ വെക്കും. പൊതുവെ എന്തെങ്കിലും ഒരു പടം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്റർടൈൻമെന്റ്, അതായത് ആ പടത്തിലുള്ള എന്തെങ്കിലും മെയിൻ സാധനത്തിന് സ്പൂഫ് ആക്കിയിട്ടാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം എമ്പുരാന്റെ റിവ്യൂ വന്ന സമയത്ത് നിങ്ങളിത് ശ്രദ്ധിച്ചോളാം അറിയില്ല, എമ്പുരാൻ കണ്ടവർക്കോ അത് കണ്ട ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ കാശ് മുടക്കിയിട്ടാണ് അശ്വന്ത് ഗോക്ക് ഈ ഒരു മൂവി കണ്ടിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള പരിപൂർണ്ണ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതേപോലെ തന്നെ അയാളുടെ റിവ്യൂ കണ്ടിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ നമുക്കും അവകാശമുണ്ട് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഈ ഒരു ആ ഒരു ബേസിസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എമ്പുരാൻ സിനിമ അല്ലെങ്കിൽ ഏത് സിനിമയാണെന്ന് ചോദിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാത്തവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തുറന്നു പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾ ഈ പടത്തിന് മോശം റിവ്യൂ ആണ് എമ്പുരാന് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വിഷയമല്ല, കാരണം വെച്ചാൽ ഞാൻ ഈ പടം കണ്ടിട്ടില്ല, അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. മിക്സഡ് റെസ്പോൺസാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു കണ്ടു, കുറേ ആൾക്കാർ പോസിറ്റീവ് പറയുന്നത് കണ്ടു. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം, ഞാൻ ഇതിലേക്ക് കടക്കുന്നേ ഇല്ല. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് അശ്വന്ത് ഗോക്കിന്റെ ഗംഭീര ഫാനാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് വരാം. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ പോയി കാണാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എന്നെ പോലെ എനിക്ക് എൻ്റെ പേഴ്സണൽ ചുറ്റുപാടുകളെ കൊണ്ട് രാവിലെ 6 മണിക്ക് പോയിട്ട് ക്യൂ നിൽക്കാനോ സിനിമ കാണാനും അല്ലെങ്കിൽ പകൽ പോയി മൂവി കാണാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്കില്ല. കാരണം ഞാൻ എൻ്റെ ഫാമിലിനെയും കൂട്ടി പോകുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാത്തൊരു വ്യക്തിക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ പടം കാണാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്പോയിലർ അലേർട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ പടം കാണാതിരിക്കാൻ മടുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾക്ക് എതിരായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇയാൾ ഈ പടം മോശമാണെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു പടം മോശമാണെന്ന് പറഞ്ഞാൽ 80% അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയല്ലോ, നമ്മളത് നോക്കിയാൽ മതി. പക്ഷെ അതല്ല സംഭവം. ഈ റിവ്യൂ ഇനിയിപ്പോൾ ഞാൻ സാധാരണ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ സിറ്റുവേഷൻ റിവ്യൂ മോശം റിവ്യൂ കൊടുക്കരുത്, അതൊന്നുമല്ല പറയുന്നത്. ഇയാൾ ഈ ലൂസിഫറിന്റെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിനോട് എനിക്ക് തീരെ യോജിക്കാൻ കഴിഞ്ഞില്ല. കാരണം 29-ാം തീയതി വൈകുന്നേരം ഞാൻ ടിക്കറ്റ് എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് സ്പോയിലർ പൊട്ടിക്കുക എന്നുള്ളതല്ല, അതിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അങ്ങനെയാണ് അവസാനിക്കുന്നത്, ഇങ്ങനെയാണ് ഇപ്പോൾ കഥ പോണത്, ഈ ചങ്ങായി ആ സമയത്ത് വരും, മറിച്ച സമയത്ത് വരും, ഈ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പടം കാണാൻ ബാക്കിയുള്ളവർക്ക് പോകുന്നു വേണ്ടേ? നിങ്ങൾ കുറച്ച് ആൾക്കാർ ആദ്യത്തെ ദിവസം പോയിട്ട് കണ്ടിട്ട് അതിന് കുറേ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഇതായ ആൾക്കാരായാൽ മതിയോ? ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാട്ടോ. ശരിക്കും എനിക്ക് സാധാരണ ഇതിൽ ഞാൻ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂസ് കാണാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. എന്റർടൈൻമെന്റ് പെർസ്പെക്റ്റീവിൽ ഇയാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ രസമാണ്, ചിരിക്കാറുണ്ട്, സംഭവമൊക്കെ സത്യം. പിന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കേസസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക്. ശരി തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതൊരുമാതിരി ഒരു സുഖമില്ലാത്ത ഏർപ്പാടായി പോയി. 52,000-60,000 ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിരിക്കാം പടം ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കാം, ഡീഗ്രേഡിങ് ഉണ്ട്, അതിനെതിരെ കേസ്, നെഗറ്റീവ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഒരുപാട് സംഗതികൾ കിട്ടും. നമുക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ഇയാളുടെ റിവ്യൂ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. ആ റിവ്യൂ കണ്ടു ശേഷം കൂട്ടത്തിൽ പറഞ്ഞു പോകട്ടെ, ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ ലെങ്തിയായി ക്ഷമിക്കാം. ആംബിയൻസ്, വലിയ തിയേറ്റർ, അവിടെ ഇങ്ങനെ സിനിമ തുടങ്ങി സ്റ്റാച്യൂട്ടറി വാണിംഗ് പറയുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. അവിടെ നിന്ന് പിന്നെ എല്ലിൽ നിന്ന് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഫാൻസിന് ഗൂസ്ബം ഗ്യാരണ്ടീഡ്. അതുപോലെ ഇതൊക്കെ കാണാനാണ് നമ്മൾ പടം കാണാൻ പോവാതിരിക്കുന്നത്. അപ്പൊ ഈ പടം തുടങ്ങുന്ന സമയത്ത് എല്ലിൽ ഇങ്ങോട്ട് എഴുതി കാണിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കാണിക്കുന്നു പറഞ്ഞിട്ട് എന്തിനാ ഈ വിവരണത്തിന്റെ ആവശ്യം? പടം ഇഷ്ടപ്പെട്ട ഒപ്പീനിയൻ ആര് കാണണ്ടെന്നുള്ളത് പറഞ്ഞു പോവാണെങ്കിൽ തിരക്കിടില്ല. ഇയാളിത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ റിവ്യൂ അപ്പൊ മനസ്സിൽ നമ്മളിങ്ങോട്ട് കാണുകയാണ് ഈ എല്ലിന് എഴുതിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്നതൊക്കെ. അതൊന്നും കാണാൻ, അതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കില്ലേ? അപ്പൊ അവരുടെ എന്നെ പോലത്തെ ആൾക്കാർ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് തന്നെ പറയാണ്. എന്ത് ആ ഫസ്റ്റ് ഇങ്ങനെ ഇൻട്രോ ആരെ ചോദിച്ചാൽ എന്നോട്, ആരാ ഇൻട്രോ കൊടുക്കുന്നത്, ആരങ്ങനെ മറ്റേത് തിരിഞ്ഞൊക്കെ ചോദിച്ചോ? പ്രസന്റേഷനാണ്, പിന്നെ നല്ല കിടിലൻ ടൈറ്റിൽ സോങ്, അങ്ങനെ ഇതൊക്കെ എഴുതി കാണിച്ച് ആദ്യത്തെ അരമണിക്കൂർ ഒരു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സീനാണ്.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ മേക്കിംഗ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കരുതി ഒരു രാജമൗലി പടമാണ് കാണുന്നത്. അതുപോലത്തെ ഒരു, അതായത് ഒരേ സമയം ടെക്നിക്കലി ഹൈ, ഇമോഷണലി കണക്റ്റ് ആവുന്നു, ഒരു വലിയൊരു സംഭവങ്ങളുടെ ഒരു തുടർച്ചയുടെ ഒരു തുടക്കം എന്നോണം രാജമൗലി സിനിമകൾ കാണിക്കൂലേ, അതുപോലത്തെ ഒരു പരിപാടി. അതൊരു അരമണിക്കൂറോളുണ്ട്. അത് അന്യ രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന, അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച്. അപ്പൊ ആദ്യത്തെ അരമണിക്കൂർ ആൾക്കാർ എന്ത് ചെയ്യുക? ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി ഈ ആദ്യത്തെ അരമണിക്കൂർ ചിലപ്പോൾ കണക്ട് ആവാൻ പറ്റാത്തൊരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തി എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ അരമണിക്കൂർ എന്തിനു ഇങ്ങനെ നറേറ്റ് ചെയ്ത് പറയുന്നത്? എല്ലാവരും പ്രത്യേകിച്ച് അഭിമന്യു സിംഗ് ഒരു ജാതി പരിപാടി പുള്ളി കാണിച്ചു വെച്ചേക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട്, കൃത്യമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇവിടെ പിന്നെ റിലീജിയൻ വിൽക്കുന്നത് എല്ലാം, പിന്നെ ഈ ഹിന്ദു മുസ്ലിം ഡ്യുവാലിറ്റി. ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ഞാൻ ഷസാമിന്റെ റിവ്യൂ കണ്ടു, സീക്രട്ട് ഏജന്റ് കണ്ടു, പിന്നെ മറ്റേ FRK, അങ്ങനെ കുറെ റിവ്യൂവേഴ്സിനെ ഞാൻ കണ്ടു. ഞാൻ അതിൽ ഞാൻ സീരിയസ് ആയിട്ട് നോക്കിയിരുന്ന ഒരു വ്യക്തി ഇയാളാണ്. പക്ഷെ അതിനിടയിൽ കമന്റ്സ് കണ്ടു, പെയ്ഡ് അല്ലാത്ത റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തർക്ക് കണക്ട് ചെയ്ത ആൾക്കാരെ ഡീഗ്രേഡിങ്ങിന്റെ ഭാഗം എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ എന്ത് സംഭവമാണെങ്കിലും ദ വേ ഇയാൾ നറേറ്റ് ചെയ്തിട്ടുള്ള വേ എനിക്കെന്തോ പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഒരു പിക്ചർ തരുന്ന പോലെ ഒരിക്കലും റിവ്യൂ ചെയ്യരുത്. നെഗറ്റീവ് റിവ്യൂവിന്റെ അതിനേക്കാളും അപകടമാണിത്. ഇതൊക്കെ മുരളി ഗോപിയുടെ എഴുത്താണല്ലോ. അത് അങ്ങനെ വന്നപ്പോൾ ഒരു ഗംഭീര സാധനം ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് തന്നെ ബൂത്ത് വാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോകുന്ന ഒരു സിനിമ. പിന്നെ അതിൽ തന്നെ വയലൻസ് ഉണ്ട്, നല്ല രീതിക്ക് വയലൻസ് ഉണ്ട്. വയലൻസ് പറഞ്ഞാൽ വെറുതെ വെട്ടും കുത്തുമല്ല, വളരെ ഈസ്തെറ്റിക് ആയിട്ടുള്ള വയലൻസ്. ആ സീൻസ് ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ്. എസ്തെറ്റിക് ആയിട്ടുള്ള വയലൻസ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അത്രയും പരിജ്ഞാനമില്ല. അതൊക്കെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുള്ള ആദ്യത്തെ അരമണിക്കൂർ. പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയം ലൂസിഫറിൽ കാണിച്ചതിൻ്റെ തുടർച്ച എന്നോണം ജിതിൻ രാംദാസ്, മഞ്ജുവാരുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഇടത് വലത്, തീവ്ര വലത്, അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPM, കോൺഗ്രസ്, BJP. ഇതിൽ CPM-നെ മാക്സിമം മുരളി ഗോപി കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BJP-ക്കും നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ തൊട്ടും തലോടിയും കുറച്ച് ജസ്റ്റിഫിക്കേഷൻസ് പരിപാടിക്കായിട്ട് ഈ സിനിമയുടെ മൊത്തം സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. IOF ആണല്ലോ UDF-നെ പ്രതിദാനം ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ക്യാമറ പോയിന്റ് അടിച്ചിറക്കുകയായിരുന്നു. സുരാജിന്റെ കഥാപാത്രമൊക്കെ അങ്ങനെ ബജ്രംഗി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ്. നോർത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ള പാർട്ടിയുടെ ആളാണ്. പിന്നെ ബൈജുവിൻ്റെ 1-2 തഗ്ഗടി പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു സിനിമ. അപ്പോഴും ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. അത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ബാറ്റ്മാൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ പ്രസൻസ് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പോൾ വരും ഖുറേഷി അല്ലെങ്കിൽ സ്റ്റീഫൻ ഇപ്പോൾ വരും എന്നുള്ളൊരു സാധനം നിലനിർത്തിക്കൊണ്ടാണ്. അതായത് ഇത്രയും ഒരു മണിക്കൂറോളം സമയമായി. ആ ഇൻട്രോ കഴിഞ്ഞ് ഖുറേഷി ഇബ്രാഹിമിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു മേനയാവണില്ല. അതായത് എന്തൊക്കെ ചെയ്തിട്ട് ഖുറേഷി ഇബ്രാഹിമിന് മേനയാവണില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ലാസ്റ്റ് ലൂസിഫറിൻ്റെ അവസാനം ഖുറേഷി ഇബ്രാഹിമിനെ കാണിച്ച സമയത്തുണ്ടായിരുന്ന വാ സാധനമല്ലേ, ആ വാ സാധനം എവിടെയും ഒരു സ്ഥലത്ത് പോലും ഖുറേഷി ഇബ്രാഹിമാണ് ഞാൻ പറഞ്ഞത്, സ്റ്റീഫൻ അല്ല. എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളി ഗോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല. പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷേ ഒരു എന്താണ് ഖുറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു മാസ് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ 2 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ഇടുക. കാശിനോട് ആർത്തി കാരണം ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഇത് പടത്തിനെ നശിപ്പിക്കുന്നതിൻ്റെ അല്ല, ഈ രീതിയിലൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മുൻവിധിയായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇയാൾ റിവ്യൂ കണ്ടു പോകാൻ. അത് മടുപ്പിച്ചിട്ട് പടത്തിന് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അതോ ഉള്ള നല്ല ഹൈപ്പിലുണ്ടായ പടം ഇയാൾ ചിലപ്പോൾ മറ്റേതിൻ്റെ ഭാഗമാണ്, ഈ എമ്പുരാന്റെ ഭാഗമാണ് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ട് ഡിസപ്പോയിന്റ് ആവണതിന് പകരം എമ്പുരാന്റെ ആൾക്കാർ ഇയാളെ നിയോഗിച്ച വരി തോന്നുന്നുണ്ട്. കാരണം ഉണ്ടാക്കിയ ഹൈപ്പ് ഫുള്ള് താഴ്ത്തിക്ക് അടിച്ചിറക്കി. എന്നാൽ പിന്നെ നാളെ പടത്തിന് കയറാൻ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. അങ്ങനെ തോന്നുന്നുണ്ട്. ആ സുഖം അങ്ങോട്ട് പോയി, ഫ്ലോ അങ്ങ് പോയി. ഓൾറെഡി ഞാൻ പറഞ്ഞ ഖുറേഷിനെ കണ്ടിട്ട് ഇങ്ങനെ അയ്യോ ഖുറേഷിക്ക് വയ്യേ എന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റാവുത്തർ എന്ന് പറഞ്ഞ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചത്, സീരിയസ്ലി പറയിപ്പിച്ചതാണ്. ഇത് പടം കണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ അവർക്ക് ഈ ആന്റണി പെരുമ്പാവൂരിന്റെ സംഭവം, ലാലേട്ടൻ്റെ ഒക്കെ ഒരുപക്ഷെ പടം കണ്ടു കഴിഞ്ഞ കുറച്ച് പേർക്ക് അവരായിരിക്കും അതിന്റെ ആൾക്കാർ. മനസ്സിലായില്ലേ? ഇത് പടം കാണാനിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് വളരെ മോശമായിട്ടുള്ള, വളരെ റോങ് മെസ്സേജ് എന്ന് മാത്രമല്ല, നമ്പർ 1 തൊട്ടിത്തരാണ്, എരപ്പാളിത്തരം. അതിൽ അങ്ങേപ്പുറം വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ ഗോവർദ്ധന ഇന്ദ്രത്തിന്റെ കഥാപാത്രം ഖുറേഷിനെ കാണുന്ന ഒരു സീൻ കണ്ടപ്പോൾ ശരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് നിഴലായി പ്രേതപ്പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഖുറേഷിന്റെ പ്രേതത്തെ കാണുമ്പോഴുണ്ട്. കറക്റ്റ് ഖുറേഷിന് വിരുന്ന് പോകുന്നു. അതും ട്രെയിലർ കാണിച്ചിട്ടുള്ള ഒരു ഐക്കോണിക് ഷോട്ടാണത്, ഒരു ഐക്കോണിക് ഷോട്ട്. അതാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. അതിനുശേഷം അത്ഭുതപ്പെടുത്തിയ ഒരു ചിലപ്പോൾ ഇയാൾക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. നാളെ ഞാൻ കാണുന്ന സമയത്ത് എൻ്റെ അവസ്ഥ തന്നെ ആയിരിക്കാം.
പടം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യനെ മടുപ്പിക്കുന്ന രീതിയിൽ? സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇയാളുടെ പടം കണ്ടിട്ട് ആൾക്കാർ, ഇയാളുടെ ഈ റിവ്യൂ കണ്ടിട്ട് ലൂസിഫർ പടത്തിന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഈ ചങ്ങായിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ഏകദേശം 10-60% ആൾക്കാർ, ഫാൻസായിട്ട് ഇയാളുടെ റിവ്യൂ കണ്ടിട്ടുള്ള 10-60% ആൾക്കാർ അവർ പടം കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, തിയേറ്ററിൽ പോയിട്ട് കാശ് മുടക്കിയിട്ട് ലൂസിഫർ കാണാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഈ ഒരൊറ്റ റിവ്യൂ കാരണം ചിലപ്പോൾ 100% ഷുവറാണ് അവർ ആ പരിപാടി ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇനി എന്ത് തേങ്ങ ഇയാളെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു വിധ തെറ്റുമില്ല. ഞാൻ അത് മാത്രമേ പറയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സഞ്ചാരി എന്നൊക്കെ പറയുന്ന പാട്ട് ഈ സിനിമയിൽ L2 എമ്പുരാൻ്റെ അകത്തുള്ളൊരു പാട്ട്, ഒരു പരിപ്പുവട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട്. ഇതിൽ സ്കോറിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 30 മിനിറ്റ് സീനൊക്കെ ദീപക് ദേവ് ഗംഭീര സ്കോറിങ്ങാണ്. ലാലേട്ടൻ്റെ ഖുറൈഷിയുടെ ഇൻട്രോയ്ക്ക് അകത്തുള്ള കൊടുത്തിട്ടുള്ള സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ മോശം, വെരി പൂർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇങ്ങനെയൊക്കെ രോക്ഷാകുലനായിട്ടുള്ള സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇയാളെ പോക്കറ്റിൽ നിന്നിട്ട് കാശ് പോയിക്കുന്നത് ഈ തോന്നുന്നത്. ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അശ്വന്ത് കോക്കാണ്, അശ്വന്ത് കോക്കിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് പൃഥ്വിരാജ് എമ്പുരാൻ പ്രൊഡ്യൂസ് ചെയ്തത് തോന്നുന്നു. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം പൃഥ്വിരാജ് പ്രൊഡ്യൂസർ, എമ്പുരാൻ ഡയറക്റ്റ് ചെയ്തിട്ട് പൃഥ്വിരാജ് കൊണ്ടുവന്നിട്ടുള്ളത് ഇയാളുടെ പോക്കറ്റിലെ കാശ് കൊണ്ടാണ് തോന്നിപ്പോ. അശ്വന്ത് കോക്കിന്റെ വർത്താനം കേട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ രോക്ഷാകുലനായിട്ട് ഇങ്ങനെയൊക്കെ ശ്വാസം മുട്ടി മരിച്ച് എന്തിനാ സംസാരിക്കണത്? എന്താ ആവശ്യമുണ്ട്? മറ്റേ അനിരുദ്ധും ഇവരൊന്നും ചെയ്യുമ്പോൾ ചെയ്യണമെന്നല്ല പറയുന്നത്, പാട്ടടി വേണമെന്നല്ല പറയുന്നത്. ആ സ്കോർ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും എന്ത് സ്കോർ അത്. ലാലേട്ടൻ്റെ ഖുറൈഷി ഇബ്രാഹിം വന്ന സമയത്ത് ലൂസിഫറിൽ അവസാനം ഖുറൈഷി വരുന്ന സ്കോറിൻ്റെ ഇടയിലെത്ത് പറ്റൂല. എന്തോ ഒരു സ്കോർ എന്തോ ഇട്ട് വെച്ചേക്കുന്നു. അതുപോലൊക്കെ തന്നെയാണ് പിന്നീടും ഈ പാട്ട് എന്ത് പാട്ടാത്. പായിച്ചു തട്ടുകടന്ന് പഴംപൊരി ചായ കുടിക്കുന്ന സീനിൽ പാട്ടിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ്റെ സീൻ, ഖുറൈഷിയുടെ സീനിൽ ഈ പാട്ട് സഞ്ചാരി എന്തോ പാട്ടിന് ഓർമ്മയില്ല, എൻ്റെ ട്യൂൺ ഓർമ്മയില്ല, അങ്ങനെ ഒരു പാട്ട്. എന്താ അലുവായി മത്തിക്കറിയും പോലെ ഒരു ബന്ധമില്ല. പാട്ടും സീൻസും തമ്മിൽ ഒരു ബന്ധമില്ല. പൃഥ്വിരാജ് സുമാരൻ തന്നെയാണ് അത് ചെയ്തതെന്ന് തോന്നിപ്പോയി. അദ്ദേഹം ഒരു മിനിമം സെൻസുള്ള ഒരാളല്ലേ. അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാട്ടും ഒരു സീനും എന്തോ അത്. അങ്ങനെ ഇൻ്റർവെൽ വരെ അങ്ങനെ പോകുന്ന സിനിമ ഖുറൈഷിനെ കാണിക്കുന്നുണ്ട്, കുറേ സീൻസ്. പക്ഷേ ഇൻ്റർവെൽ പഞ്ചെന്ന ഒരു സുഖമില്ല. ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകേണ്ട, അതായത് നമ്മൾ ലൂസിഫർ കണ്ടിട്ടല്ലേ ഇത് കാണുന്നത്. ലൂസിഫറെ എജ്ജാതിക്കിട് പടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ. അങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കര നിരാശയാണ് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അയ്യോ ഇതും പോയോ എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത്. പിന്നെ അതിന് കുറച്ചെങ്കിലും ഒരു മാറ്റം. പടം ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ദയവ് ചെയ്ത് ഇതുപോലുള്ള അപരാധം വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യുക. അത് പടത്തിനെ രക്ഷിക്കാനോ പടത്തിന് പ്രൊഡ്യൂസർക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കാനോ നടന്മാർക്ക് കാശ് വരാനോ അല്ല. ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പ്രതീക്ഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഇപ്പം എനിക്ക് ഇതുപോലുള്ള പടമൊക്കെ ചിലപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞതെന്ന് പറയാം, എന്നെ പോലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഷോ പടം കാണാൻ പറ്റില്ല എന്ന് വരും. 2 ദിവസം കഴിഞ്ഞ വരെ ദയവ് ഇത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പ്രതീക്ഷ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കോമാളി വേഷം കെട്ടിട്ട്, കറുത്ത ഡ്രസ്സും മണ്ണാൻ കെട്ടിയിട്ട് കോമാളി വേഷം കെട്ടിട്ട് ക്യാമറയും വെച്ചിട്ട് റൂമിലും ഈ ജായത്തെ വരാതിരിക്കുക. അത് മാത്രമേ പറയാനുള്ള റിക്വസ്റ്റ്. ഇതുപോലെ അപരാധം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കുക. പടത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അറ്റ്ലീസ്റ്റ് കാണാൻ പോണവന് ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട്.